നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ജൂൺ 21 ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫോട്ടോ എടുക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് നിങ്ങളൊന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ പ്ലാൻ സിമ്പിളാണ്. അതായത് യോഗയുടെ പോസ്റ്റിലിരിക്കുന്ന ഒരു രൂപം അതിപ്പോൾ വൈറൽ ചെയ്തെടുക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ടൊരു സൂര്യനെ കൊടുക്കും. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഫ്രെയിമാണ്. ഇതിൽ മെയിൻ പരിപാടി എന്തെന്ന് വെച്ചാൽ ഈ രൂപം ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ നമുക്ക് ഈ രൂപം ഉണ്ടാക്കാൻ എങ്ങനെ നോക്കാം. നമുക്ക് രൂപം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് 2 കഷ്ണം വയറാണ് വേണ്ടത്. അതാ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരുപാട് ലെങ്ത് ഇല്ല. ഒരെണ്ണം ഏകദേശം 15 സെൻറ്റിമീറ്റർ വരും, വേറെ ഒരെണ്ണം 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് 2 വയറാണ് ആവശ്യമുള്ളത്. അതിൽ വലിയ കഷ്ണം വയറെടുത്തിട്ട് അതിനെ പകുതി വെച്ച് മടക്കണം. പകുതി വെച്ച് മടക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചുരുട്ടണം. ചുരുട്ടുമ്പോൾ നമുക്കിങ്ങനെ ഇവിടെ ഒരു തലയുടെ പോലെ ഒരു ഷേപ്പ് വരും. പിന്നെ ബാക്കിയുള്ളതാണ് നമ്മുടെ ബോഡി. അപ്പോൾ ബോഡിക്ക് എത്ര ലെങ്ത് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചുരുട്ടുക. ഞാനിപ്പോൾ ഇവിടെ 1 2 3 4 5 തവണയാണ് ചുരുട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഈ ബാക്കി വരുന്ന ഭാഗം നമുക്ക് കാലാക്കി എടുക്കാം. അതായത് ഇങ്ങനെ മടക്കി കാലിൻ്റെ ഷേപ്പാക്കി, അതായത് ഇങ്ങനെ ഒരിടത്ത് ഇരിക്കുന്ന പോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് കാലിങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചു, 2 കാലും അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ തല, ഇത് നമ്മുടെ ബോഡി. ഇനിയിപ്പോൾ നമുക്ക് കൈയാണ് വേണ്ട. കൈയിന് വേണ്ടിയിട്ടാണ് ആ കുഞ്ഞ് കഷ്ണം വയറ്. അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ചുരുളിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് ആ കൈയിനകത്ത് കയറ്റാം. അതായത് ജസ്റ്റ് ഒരു കുഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട്, ആ ചുരുളിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതുവഴി ഈ കൈയിൻ്റെ മറ്റേ കഷ്ണം വയറ് അകത്തേക്ക് കയറ്റി കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കൈയും അകത്തോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കൈ എങ്ങനെയാണ് വെക്കുകയുള്ളതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ നമ്മൾ മടക്കുക. ഇപ്പോൾ ഞാൻ മുകളിലോട്ട് ഇങ്ങനെ മടക്കി വെക്കുന്ന മുകളിലോട്ട് കൈ ഇങ്ങനെ കൂപ്പി നിൽക്കുന്ന രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ കൈ ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ കൊയറിനകത്തുള്ള ഈ ചെമ്പ് കമ്പി കൊണ്ട് 2 കൈയും കൂടെ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രൂപം. ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും കുറച്ച് സമയമെടുത്ത് നല്ല രീതിയിൽ ഒരെണ്ണം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ രൂപം ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അറേഞ്ച്മെൻറ്റിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നല്ലൊരു ഫ്രെയിം കണ്ടുപിടിച്ചതിന് ശേഷം ക്യാമറ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മുടെ രൂപം ഫ്രെയിമിൽ വെക്കണം. അതിന് മുമ്പായിട്ട് ഒരു കുഞ്ഞിഷ്ണം തുണി ഇട്ട് കൊടുത്തത്. അതായത് യോഗ ചെയ്യുന്നവരൊക്കെ ഒരു തുണിയുടെ മുകളിൽ ഇരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിഷ്ണം തുണി ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ രൂപം വെച്ചത്. ഇനിയിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൂര്യനെ കൊണ്ടുവരണം. അപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ സൂര്യനെ പുറത്ത് കണ്ടില്ല. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള LED ലൈറ്റിനെ ഞാൻ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അതിനെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ തൂക്കിയിട്ടു. അപ്പോൾ ഇതിപ്പോൾ കണ്ട ഏകദേശം ഒരു സൂര്യനെ പോലെയൊക്കെ തോന്നും. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫ്രെയിമിലൊരു ഡെപ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ 1-2 സാധനങ്ങൾ വെച്ച് ഒരു ചെറിയൊരു ബ്ലർ കണക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം എന്തുകൊണ്ടാണ് ചിരട്ടയും തൊണ്ടൊക്കെ ക്യാമറയുടെ ഫ്രണ്ട് വെച്ച് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ബ്ലർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫോർഗ്രൗണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയ നല്ല നൈസായിട്ടുള്ള ബ്ലർ കിട്ടും. നിങ്ങൾക്ക് ആ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. ഇനി നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ കമൻറ്റോ ഷെയറോ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.